സീമാജി, ഞാനത് ചോദിക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം എൻ്റെ ആ ഒരു പരമ്പരയിൽ, നാദയോഗ പരമ്പരയിൽ പല ആൾക്കാർക്കും പല സ്പിരിച്വൽ എക്സ്പീരിയൻസ് ആണ് ഇതുവരെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അവരിൽ എന്ത് നടന്നു, ഞാൻ ബ്രഹ്മപ്രകാശം ഒന്നും പ്രത്യേകം എടുത്തു ചോദിക്കാൻ കാരണം, പല ആൾക്കാർക്കും പല രീതിയിലാണ് അവർക്ക് സ്പിരിച്വൽ അവേക്കനിങ് ഉണ്ടാകും. ചില ആൾക്കാർ ഇങ്ങനെ ഭയങ്കരമായിട്ട് കരയുക, ചില ആൾക്കാർ ഓട്ടോമാറ്റിക് യോഗിക്രിയകൾ ചെയ്യുക, ഉച്ചയും കുത്തി നിൽക്കുക, അങ്ങനെയൊക്കെ. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കൂടുതലും ലൈറ്റ് ആയിരുന്നു. എനിക്ക് ഇങ്ങനെ പെനിട്രേറ്റ് ചെയ്യുന്ന ലൈറ്റ് ആയിരുന്നു എൻ്റെ ദേഹത്തിലേക്ക്. അങ്ങനെയൊക്കെ ഞാൻ അതുകൊണ്ട് തന്നെയാണ് ആ ബ്രഹ്മപ്രകാശം എന്നുള്ള ഒരു ഇത് ചോദിക്കാൻ, ആ വേർഡ് തന്നെ യൂസ് ചെയ്യാൻ കാരണം മറ്റുള്ള ഗുരുക്കന്മാരും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ ബ്രഹ്മപ്രകാശത്തിലൂടെ നമുക്ക് ഹീലിങ്ങും നമ്മളുടെ പ്രസന്റ് സിനാരിയോ എന്താണ് അതിനകത്ത് ചേഞ്ചസ് വരുത്താനും, നമ്മളുടെ ഗ്രഹസംബന്ധമായിട്ടുള്ള ദോഷങ്ങൾക്കൊക്കെ ഒരു പരിധി വരെ, അത് കാർമ്മികമാണ് എന്നിരുന്നാലും ഒരു പരിധി വരെ അതിനകത്തൊക്കെ ഒരു ഇളവ് വരുത്താനൊക്കെ ഈ ബ്രഹ്മപ്രകാശ വിദ്യയിലൂടെ പറ്റുമെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടു. മാഷ്, ഞാൻ ഈ ബ്രഹ്മപ്രകാശം എന്നുള്ളത് അതായത് എൻ്റെ കോൺസെപ്റ്റ് അല്ലെങ്കിൽ എന്നിലൂടെ പറയപ്പെടുന്നത്, ആ വാക്ക് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ എനിക്കൊരു തിരിച്ചറിവുണ്ട്. അതെന്താ വെച്ചാൽ നമ്മളെല്ലാവരും പ്രകാശങ്ങളാണ്. നമ്മളെല്ലാം ആ പരമാത്മ ചൈതന്യത്തിൽ നിന്നും ശകലങ്ങളായിട്ട് വേർപെട്ടുള്ള ദിവ്യ ആത്മ ചൈതന്യ സ്വരൂപങ്ങളാണ്. അത് തന്നെ ആയിരിക്കാം മാഷ് പറഞ്ഞ ബ്രഹ്മപ്രകാശം. നമ്മളെല്ലാം പ്രകാശമാണല്ലോ. പക്ഷെ നമ്മളിലെ പ്രകാശത്തെ മൂടപ്പെട്ടിട്ടുള്ളത് നമ്മളുടെ ജന്മജന്മ സംസ്കാരങ്ങള്, അറിവില്ലായ്മകള്, അന്ധവിശ്വാസങ്ങള്, ദുർഗുണങ്ങള്, അവലക്ഷണങ്ങള്, കുസംസ്കാരങ്ങള്, ഞാൻ എന്ന അഹങ്കാരം, എൻ്റെ എന്ന മമകാരം, എനിക്ക് എല്ലാം അറിയാമെന്ന അഹംഭാവം, ഇതെല്ലാം പ്രകാശത്തെ മൂടപ്പെട്ടിരിക്കുക. സോ ഈ പ്രകാശത്തെ മൂടപ്പെട്ടിട്ടുള്ള ഈ ഈഗോ അല്ലെങ്കിൽ ഞാൻ എന്ന ജന്മ സംസ്കാരങ്ങളുടെ ഞാൻ എന്ന ആ കവചത്തെ ബ്രേക്ക് ചെയ്യുന്നത് എങ്ങനെയാ? ആലോചന രഹിതസ്ഥിതിയിൽ വിശ്വശക്തിയാൽ. അതായത് നമ്മൾ ആ മഹാപരിശൂന്യത്തിൽ ശക്തി നമ്മിലേക്ക്, പ്രാണശക്തി നമ്മിലേക്ക് പ്രവേശിച്ച് നമ്മുടെ നാഡീമണ്ഡലം ശുദ്ധിയാകുമ്പോൾ നമ്മൾക്ക് ഓരോ വിഷൻ, അതായത് ഓരോ കാര്യത്തെക്കുറിച്ചും ദിവ്യമായിട്ട് ദർശനം, വിശേഷ സത്യദർശനം നമ്മളുടെ അന്തരംഗത്തിൽ സംഭവിക്കുക. ആ ദർശനം സംഭവിക്കുന്നത് ഓൺലി ത്രൂ പ്രകാശം. ആ പ്രകാശത്തെ നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റില്ല. എല്ലാം പ്രകാശമാണ്. അപ്പൊ നമ്മളുടെ ഉള്ളിൽ ഇപ്പൊ ചക്രാസ് ആക്ടിവേഷൻ എന്ന് പറയുന്നത്, നാഡീമണ്ഡല ശുദ്ധി എന്ന് പറയുന്നത്, ആ എനർജി ഓൺലി ത്രൂ ദാറ്റ് എനർജിയിലൂടെ മാത്രമാണ്. അപ്പൊ അവിടേക്ക് ക്ലെൻസ് ആവുമ്പോൾ നമുക്ക് വിശേഷ സത്യദർശനം, പ്രകാശം വർദ്ധിക്കുകയാണ്. അതായത് മായ ഇല്ലാണ്ടാവുകയാണ്, അറിവില്ലായ്മ അസ്തമിക്കുകയാണ്, അന്ധവിശ്വാസങ്ങൾ അസ്തമിക്കുമ്പോൾ നമ്മളുടെ ആ പ്രകാശം ഓരോന്നിനെയും മൂടപ്പെട്ടത് മായ പുറത്തേക്ക് വരുന്നു, പ്രകാശം പുറത്തേക്ക് വരുന്നു. അപ്പൊ നമസ്തേ, സീമാജി തിരിച്ചു വന്നിരിക്കുകയാണ്. അല്ല, ഒരു വലിയൊരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു സീമാജി ട്രാവലിങ്ങും ഒക്കെ. ഇപ്പൊ ഒരുപാട് ഇത് നടക്കുന്നുണ്ട് അല്ലെ സീമാജി? ട്രാവൽ ബേസ്ഡ് ആന്ധ്രയും ഒക്കെ പല സ്റ്റേറ്റ് കവർ ചെയ്യുന്നുണ്ട്. എന്താണ് നടക്കുന്നത്? എന്താണ് BMCയില് കൂടുതൽ സത്യപ്രചാരം, കൂടുതൽ ആഴങ്ങളിലേക്ക്, ആചരണാത്മക സത്യസാധനയിലേക്ക്, ശ്രദ്ധയോടുകൂടിയ ആചരണത്തിലേക്ക് അവയർനെസ് കൊണ്ടുവരുന്നു. എന്താ വെച്ചാല് നമ്മളുടെ ഭൂമിയിൽ ആ ചേഞ്ചസ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം, പല വിധത്തിൽ ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കുകയാണ്. മെയിൻ എർത്ത് അസെൻഷൻ എന്നുള്ളത് ഫാസ്റ്റായി. ഓൾഡ് എനർജിയിൽ നിന്നും ഭൂമി ന്യൂ എനർജിയിലേക്ക് ഷിഫ്റ്റായി. സോ അതിന്റെ മാറ്റങ്ങൾ നമുക്കറിയാം. മാറ്റങ്ങൾ തുടങ്ങിയിട്ട് കുറേ ആയി. പക്ഷെ മനുഷ്യൻ അവെയറല്ല. എന്താ വെച്ചാൽ ഭൂമി തന്നെ താൻ രക്ഷിച്ചു തുടങ്ങി. ഭൂമിയെ രക്ഷിക്കാനുള്ള സമ്പൂർണ്ണ ബാധ്യത മനുഷ്യന്റെയാ. എന്തുകൊണ്ട്? മനുഷ്യൻ നമ്മൾ ഖനിജ സാമ്രാജ്യമായിട്ടും വൃക്ഷ സാമ്രാജ്യമായിട്ടും പക്ഷി സാമ്രാജ്യമായിട്ടും ജലചരാചരങ്ങളായിട്ടും ജന്തുക്കളായിട്ടും ഒക്കെ ജന്മമെടുത്ത് 84 ലക്ഷം ജീവരാശികളുടെ ജന്മമെടുത്ത് ലാസ്റ്റാണ് നമുക്ക് മനുഷ്യദേഹം ധരിച്ചിട്ടുള്ളത്. 84 ലക്ഷം ജീവരാശികളായിട്ട് ഓൾറെഡി നമ്മൾ ഈ ഭൂമിയിൽ വന്നിട്ടുണ്ട്. പക്ഷേ നമ്മളുടെ സോൾ പരിവർത്തനം എന്നുള്ളത് സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മളുടെ സഹോദര ജാതിയാണിത്. അപ്പൊ നമ്മളുടെ റെസ്പോൺസിബിലിറ്റി, ദേഹം ധരിച്ച ജീവാത്മാവിന്റെ റെസ്പോൺസിബിലിറ്റി, കർമ്മ സിദ്ധാന്തം സ്റ്റാർട്ട് ആവുമ്പോൾ വീണ്ടും ആ ഒരു പരിപൂർണമായിട്ടുള്ള ലയം ഉണ്ടല്ലോ, പരമാത്മ ചൈതന്യ ശകലങ്ങളല്ലേ
പരമാത്മാവിൽ ലയിക്കണമെങ്കിൽ മനുഷ്യദേഹം ധരിച്ച് തക്ഷണ കർത്തവ്യങ്ങളിലൂടെ സഹജീവരാശിയെയും അതേപോലെ നമ്മുടെ സഹോദര ജീവരാശികളായ ടോട്ടൽ കിങ്ഡം, അത് ആനിമൽ കിങ്ഡം, അത് പ്ലാന്റ് കിങ്ഡം എല്ലാം ഉണ്ടല്ലോ, എല്ലാ സാമ്രാജ്യങ്ങളെയും നമ്മൾ രക്ഷിക്കുമ്പോഴാണ് നമ്മൾ ഈ ഭൂമിയുടെ കടം നമ്മൾ വീട്ടിയിട്ട് പരമാത്മാവിൽ ലയിക്കുന്നത്. വലിയൊരു ആഴമുള്ള സബ്ജക്റ്റ്, കോമൺ സബ്ജക്റ്റ്. അപ്പൊ ഈ മാനവദേഹം ധരിച്ചവർക്ക് എല്ലാവർക്കും ഈ നോളജ് ഉണ്ടാവില്ല. എന്താ വെച്ചാൽ മനുഷ്യദേഹം ധരിക്കുമ്പോൾ മൃഗീയ വാസനകളിൽ നിന്നും, മൃഗീയ സംസ്കാരത്തിൽ നിന്നും, അതിൽ നിന്നും അല്ലേ മനുഷ്യദേഹം ധരിക്കുന്നത്. ആ വാസന എന്നുള്ളത് കംപ്ലീറ്റ് നമ്മളുടെ ആ വാസനാ സംസ്കാരം എന്നുള്ളത് ആദ്യ നമ്മളുടെ ദേഹം ധരിക്കുമ്പോൾ ഉള്ള ശൈശവാത്മസ്ഥിതിയിൽ ഉണ്ടാവും മൃഗീയത. അതായത് അപ്പോൾ മൃഗങ്ങളെ പോലെ നമ്മൾ വേട്ടയാടും മാഷേ, മൃഗങ്ങളെ പോലെ വേട്ടയാടും, മൃഗങ്ങളോടൊപ്പം വെല്ലുവിളിക്കും, മൃഗങ്ങളോട് പോലും നേരിടുന്ന, ഒരു നേരത്തിന്റെ ആഹാരത്തിന് വേണ്ടി കൊല്ലുന്ന ആ സ്ഥിതി. ഒരിക്കലും അവര് മൃഗങ്ങളെ പോലെ കാട്ടിലാണ് നമ്മൾ വസിക്കുക. ശൈശവാത്മസ്ഥിതിയിൽ അവരൊരിക്കലും മനുഷ്യരെ ഒന്നും അംഗീകരിക്കുകയില്ല. എന്താ വെച്ചാല് ഗ്രൂപ്പ് സോൾസ് ആണ്. അപ്പൊ നമ്മൾ ഇൻഡിവിജ്വൽ സോൾ എന്ന് പറയുന്നത് അത് മാനവദേഹം ധരിക്കുമ്പോഴാണ്. അതുവരെ സാമൂഹികമായിട്ട് കൂട്ടമായിട്ട് ചെന്നായ്ക്കള് അല്ലെങ്കിൽ ഹൈനാസ്, സിംഹങ്ങള്, അങ്ങനെയൊക്കെ ഇല്ലേ എല്ലാവരും, അതൊരു ഗ്രൂപ്പ്. പശുക്കള് അതേപോലെ, അതായത് സാധുമൃഗങ്ങളും ക്രൂരമൃഗങ്ങളുമായിട്ടുള്ള ഗ്രൂപ്പ് സോൾസ് മാഷേ. അപ്പൊ നമ്മളുടെ ഉള്ളിൽ ഈ മൃഗീയ വാസനകൾ ഉള്ളത് കൊണ്ടാണ് നമ്മൾ മൃഗങ്ങളെ പോലെ തന്നെ നമുക്ക് വിചക്ഷണ ഉണ്ടാവില്ല. അതായത് ശൈശവാത്മസ്ഥിതി എന്ന് പറഞ്ഞാൽ വിശക്കുമ്പോൾ കരയും, പാല് കിട്ടിക്കഴിഞ്ഞാൽ കിടന്നുറങ്ങും, ബാധ്യതയില്ല, തിരിച്ചറിവുകളില്ല. അവരവരുടെ ഗ്രൂപ്പിലല്ലാതെ ആ ഗോത്രം മറ്റൊരാളെ അംഗീകരിക്കുക പോലും ഇല്ല. ആദിവാസികൾ എന്ന് പറഞ്ഞാൽ ട്രൈബൽസ്. പക്ഷെ സീമാജി, ഇത്രയും കഷ്ടപ്പെട്ട് ഒരു മനുഷ്യജന്മം എടുത്തു കഴിഞ്ഞിട്ട് ഈ മനുഷ്യരെല്ലാം ഇതെന്തുകൊണ്ട് ഇവോൾവ് ചെയ്യുന്നില്ല? ഞാനൊരു ചെറിയൊരു എക്സാമ്പിൾ പറയാം. സീമാജി പറഞ്ഞല്ലോ ഈ മൃഗത്തിന്റെ ആ ഒരു വാസനയായിട്ട് കമ്പയർ ചെയ്ത് പറഞ്ഞല്ലോ. മൃഗങ്ങള് അതിന് 100% വിശപ്പുള്ളപ്പോൾ മാത്രമേ വേറൊരു പ്രേയെ അതിന് പോയി അറ്റാക്ക് ചെയ്ത് കൊന്നു കഴിക്കുകയുള്ളൂ. മനുഷ്യൻ ഒരു ചെറിയൊരു ഈഗോയുടെ പുറത്ത് പോയി ഒരു സ്കൂള് കൊണ്ട് ബോംബിട്ട് കളയുക. അപ്പം മനുഷ്യൻ എന്തുകൊണ്ട് ഇത്രയും ഇവോൾവായി വന്നു എന്ന് പറയുന്ന മനുഷ്യൻ എന്തുകൊണ്ട് അങ്ങനെയുള്ള ഒരു ഇതിലേക്ക് വരുന്നില്ല? എനിക്ക് തോന്നുന്നു ഇപ്പൊ ആ ഒരു മൃഗത്തിന്റെ ലെവലിൽ നിന്നൊക്കെ താഴെ പോകുന്നു തോന്നുന്നു മനുഷ്യർ. നമ്മളിപ്പോൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അല്ലേ, മൃഗത്തിന് പിന്നെയും ധാർമ്മികമായിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ട്. വിശന്ന മാത്രമേ അത് വേട്ടയാടൂ. അതൊരിക്കലും നാളെ കുറിച്ച് ചിന്തിക്കുന്നില്ല, നാളേക്ക് എടുത്തു വെക്കുന്നില്ല. പക്ഷെ അത് മൃഗീയമായിട്ട്, അതാണ് മനുഷ്യനൊരു വലിയ സ്ഥിതിയിൽ പദവിയിലുണ്ടെങ്കിലും അവന്റെ വാസന ആത്മസ്ഥിതി വളരെ ശൈശവസ്ഥിതി ആയിരിക്കും. അപ്പൊ നമുക്കറിയാലോ മൂലാധാര ചക്രസ്ഥിതി എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ അസെൻഷ്യലിൽ തന്നെ നിൽക്കുവാണെന്നുണ്ടെങ്കിൽ, ഈ എർത്ത് അസെൻഷ്യലിൽ തന്നെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് എന്താണ് നമ്മുടെ ആ ഒരു അസെൻഷൻ എന്ന് പറയുന്നത്? ടോട്ടലി ഒരുപാട് വാറും കാര്യങ്ങളും ഒക്കെ ആൾക്കാർ ഫോർസീ ചെയ്യുന്നുണ്ട്, അറ്റ്ലീസ്റ്റ് നെക്സ്റ്റ് 4-5 years അല്ലേ? അപ്പം അസെൻഷൻ ഒരു പാർട്ടിൽ നടക്കുന്നുണ്ട്, മറ്റൊരു സൈഡിൽ വേറെ എന്തൊക്കെയോ നടക്കുന്നുണ്ട്. എന്താണ്? അല്ല, ഇതെല്ലാം അസെൻഷന്റെ ഭാഗമാണ്. പക്ഷേ ഇതൊക്കെ എർത്ത് അസെൻഷന്റെ ഭാഗമാ. എന്താ വെച്ചാൽ ഭൂമിയിൽ അത്രയധികം അരാജകത്വം, അത്രയധികം ക്രൂരത, അത്രയധികം അധർമ്മം എന്നുള്ളതുണ്ട്. അത് നശിക്കണമെങ്കിൽ അങ്ങനെ ക്രൂരന്മാരായിട്ടുള്ള മൃഗീയ ലക്ഷണങ്ങളുള്ള ഒരുപാട് പേരുടെ വേവ്സ്, ഫ്രീക്വൻസീസ് ഏതെങ്കിലും ഒരു ക്രൂരനിലൂടെ അത് ഭൂമിയിലേക്ക് തിരിച്ചു വരണം. അപ്പോഴാണ് ഈ അസെൻഷൻ എന്നുള്ളത്. അതായത് ഓൾഡ് എനർജി ലക്ഷണങ്ങൾ, എനിക്ക് മാത്രം തിന്നണം, എനിക്ക് മാത്രം സമ്പാദിക്കണം, എന്റെ കുടുംബം, അല്ലെങ്കിൽ മറ്റുള്ളവരെ കൊന്നാലും വേണ്ടില്ല, എനിക്ക് പേര് വേണം, പ്രശസ്തി വേണം, വോട്ട് വേണം, പദവി വേണം, അത് ആ ഒരു ലക്ഷണങ്ങൾ ഈ ഭൂമിയിൽ ശരിയല്ല. ഇപ്പോഴുള്ള സമയത്ത് അതിനൊരു മാറ്റം വന്നേ പറ്റൂ. അതെങ്ങനെ മാറും? ഓരോ മനുഷ്യനും മാറിക്കഴിഞ്ഞാല് ഈ ഭൂമിക്ക് മനുഷ്യരാശിയെ തുടച്ചു നീക്കേണ്ട, തീരുമാനം എടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾക്ക് കിട്ടിയത് ഒരു മൃഗത്തെ പോലെ അതിന് അന്നത്തെ ആ വിശപ്പിനനുസരിച്ചിട്ട് അത് മാത്രം സമ്പാദിച്ച് അത് സുഖമായി തിന്ന് കിടന്നിറങ്ങുന്ന സഹജത്വത്തെയാണ് ഒരു മനുഷ്യന് അതേപോലെ ആചരിക്കുന്നെങ്കിൽ മനുഷ്യനെ ഈ ഭൂമിയിൽ നിന്ന് തുടച്ചു നീക്കണോ? വേണ്ട. നമുക്ക് എത്ര കിട്ടിയാലും പോരാ, എത്ര തിന്നാലും പോരാ, നമുക്ക് എന്ത് തന്നെ ആയാലും സംതൃപ്തി വരുന്നില്ല. ഇതൊക്കെ ഈ ആത്മസ്ഥിതിക്ക് അനുസരിച്ചിട്ട് നമ്മളുടെ ഉള്ളിലുള്ള ക്രൂരത,
അരെ ഈ ഭൂമിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് എന്നുള്ള ആ ഡിവൈൻ റെസ്പോൺസിബിലിറ്റി നമുക്ക് ആരും ടീച്ച് ചെയ്തില്ല. നമുക്ക് എത്ര വേണം അത് മാത്രമേ സമ്പാദിക്കാൻ പാടൂ, അത് മാത്രമേ. ഇപ്പൊ ഒരു മാവില് കായ ഉണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിനുള്ളത് മാത്രമേ പറിക്കാൻ പാടൂ. ഇത് അതായത് ടോട്ടൽ വിൽക്കാനുള്ളതല്ല. അല്ല, അത് എല്ലാ പക്ഷിമൃഗാദികൾക്കും അതേപോലെ നമുക്കും തിന്നാനുള്ളതാണ്. അത് വിൽക്കാനുള്ളതേ അല്ല മാഷേ. കോമൺ സെൻസ് എന്നുള്ളത് മനുഷ്യന് ഒരുപാട് പഠിച്ചിട്ട് ഒരു 10 ലക്ഷം രൂപയുടെ സാലറി മേടിച്ച് അവന് ബുദ്ധി ഉണ്ടെന്നല്ല അർത്ഥം. ശക്തി ഉണ്ടെങ്കിൽ തിരിച്ചറിവുണ്ടാറേ ഈ ഒരു മരം അതിന്റെ ഡ്യൂട്ടി അത് ചെയ്യണം, അത് തന്നുകൊണ്ടിരിക്കുന്ന അതിന്റെ ദിവ്യമായിട്ടുള്ള ഗുണത്തെ ഞാൻ കംപ്ലീറ്റ് വിറ്റ് കാശാക്കുന്നു എന്നുള്ള ആലോചനയിൽ നിന്ന് ഇത് എന്നെ പോലെ എല്ലാവർക്കും വേണ്ടതാണ്. ഇത് ഞാൻ വരുന്നതിന് മുമ്പും ഉണ്ടായിരുന്നു. എന്റെ ഡ്യൂട്ടി ഇനി വരാൻ പോകുന്ന തലമുറയ്ക്ക് വേണ്ടി ഇനി നട്ടുപിടിപ്പിക്കുക എന്നുള്ളതാണ്. വിചക്ഷണ മനുഷ്യനില്ല. ഈ വിചക്ഷണയിലേക്ക് വരണമെങ്കിൽ കാലം പിടിക്കും. പെട്ടെന്ന് തന്നെ മനുഷ്യൻ ദൈവമായി മാറില്ല. മനുഷ്യനിലുള്ള ദൈവിക ഗുണത്തെ മനുഷ്യൻ മനസ്സിലാക്കണമെങ്കിൽ ഒരുപാട് ഒരുപാട് പ്രക്രിയകളുണ്ട് മാഷെ. അത് ഈ മൃഗീയ സംസ്കാരത്തിലൂടെ മനുഷ്യൻ മൃഗമായിട്ട്, അതായത് എല്ലാം തിന്നാനുണ്ടായിട്ടും വേട്ടയാടുന്നത് മനുഷ്യന്റെ മാത്രം വിനോദമാണ്. എത്രയുണ്ടായാലും പോരാന്ന് പറഞ്ഞ് വീണ്ടും വീണ്ടും സമ്പാദിച്ചു കൂട്ടുന്നത്. അപ്പൊ എർത്ത് അസെൻഷൻ നടക്കുകയാണ്. എർത്തിനെ രക്ഷിക്കേണ്ട ബാധ്യത മനുഷ്യനെ കൊണ്ട് സാധിക്കില്ല എന്നുള്ളത് എർത്തിന് മനസ്സിലായി, കോസ്മിക് ഗവൺമെന്റിന് മനസ്സിലായി. അപ്പൊ ആ കോസ്മിക് ഗവൺമെന്റ് എല്ലാ നിയമങ്ങളെ ഉല്ലംഘിച്ചുകൊണ്ട് അസംതൃപ്തിയോടെ അത്യാർത്ഥിയോട് കൂടി ജീവിക്കുന്ന മനുഷ്യൻ മാത്രമാണ് ക്രൂരമൃഗം. ഈ മനുഷ്യനെ തുടച്ചു നീക്കി കഴിഞ്ഞാൽ എന്ന് പറഞ്ഞിട്ട് മൊത്തം അന്തമാക്കുക പ്രളയാക്കുക ഒന്നുമില്ല മാഷേ. പക്ഷെ മനുഷ്യനെ ചിന്തിപ്പിക്കാൻ വേണ്ടിയിട്ട് പ്രളയമാവട്ടെ, അല്ലെങ്കിൽ കുറെ എന്താ പറയാ മണ്ണിടിച്ചിലാവട്ടെ, മലയിടിച്ചിലുകളാവട്ടെ, കൊറോണ എന്ന കുഞ്ഞു സൂക്ഷ്മജീവി മനുഷ്യന്റെ സിസ്റ്റത്തെ സ്റ്റോപ്പ് ചെയ്തില്ലേ? അപ്പൊ മനുഷ്യൻ എന്തൊരു അൺകണ്ടീഷണൽ ലവ് ആയിരുന്നു അന്ന്. അയ്യോ, എന്താ വെച്ചാൽ ഒരുപാട് കോടിക്കണക്കിന് രൂപ സമ്പാദിച്ചവൻ പോലും എവിടെയാണ് കൂട്ടിയിട്ട് കത്തിച്ചതെന്ന് പോലും അറിയാത്ത അവസ്ഥ. അപ്പൊ മനുഷ്യൻ കുറെ ചിന്തിക്കാൻ തുടങ്ങി. വീണ്ടും കൊറോണ ഒന്ന് സ്റ്റോപ്പായി, വീണ്ടും മനുഷ്യൻ ഓട്ടപ്പാച്ചിൽ തുടങ്ങിയപ്പോ 4 പാല് 12 കൊല്ലം കുഴലിലിട്ട് എടുത്തതുപോലെ ആയോ ഇല്ലയോ? ഇപ്പൊ ഈ യുദ്ധം വന്നപ്പോ അത് നമ്മളെ ബാധിക്കില്ല എന്ന് പറയാൻ പറ്റില്ല. എന്താ വെച്ചാല് ഓൾഡ് എനർജിന്ന് ഭൂമി ന്യൂ എനർജിയിലേക്ക് ഷിഫ്റ്റ് ആയി. എന്തൊക്കെ മാറ്റം വന്നു. മണി നിർത്തലാക്കി, എല്ലാ ടെക്നോളജി, എവിടെ എന്ത് ചെയ്താലും അത് നമുക്ക് അറിയാൻ പറ്റും. നമ്മൾ എവിടെ എന്ത് ചെയ്താലും നമ്മളുടെ ഫിംഗർ പ്രിന്റ് കൊണ്ടോ അല്ലെങ്കിൽ നമ്മളുടെ ആധാർ കാർഡ് കൊണ്ടോ അറിയാൻ പറ്റും. എല്ലാം അത് ബേസ്ഡ് ആയില്ലേ? ഇനി രഹസ്യങ്ങളില്ല മാഷെ. ഇതൊക്കെ ഒരിക്കൽ പറയുമ്പോൾ നമുക്ക് വിശ്വസിക്കാൻ പറ്റിയിരുന്നോ? ഇല്ല. ഇപ്പൊ അതൊക്കെ നാച്ചുറൽ ആയിട്ട് വന്നില്ലേ? ഇപ്പൊ ഈ യുദ്ധങ്ങൾ എവിടെയോ നടക്കണമെന്ന് വിശ്വസിക്കുന്നുണ്ട്. അത് നമ്മളെ ബാധിക്കുന്നുണ്ട്. മനുഷ്യന്റെ അത്യാർത്ഥിയുടെ മുകളില് വെട്ട് തുടങ്ങി. അതായത് ഇത് പോരാ, ഇതുകൊണ്ടൊന്നും ജീവിക്കാൻ പറ്റില്ല എന്ന പരിമിത വിശ്വാസം ഉള്ളത് കൊണ്ടാണല്ലോ പുറത്തു പോയിട്ട് ജീവിക്കുന്ന. ഒരുപാട് പണം അവിടെ കിട്ടും, ഒരുപാട് അവിടെ സമ്പാദിക്കാൻ പറ്റും എന്നൊരാലോചന. പക്ഷെ എന്ത് സമ്പാദിച്ചാലും നീ ഉണ്ടാവണം, നീ നിലനിൽക്കണമെങ്കിൽ, നിന്റെ ജീവൻ രക്ഷിക്കാൻ നിനക്ക് പറ്റുമോ, അല്ലെങ്കിൽ നിനക്കതിനെ നേരിടാൻ പറ്റുമോ എന്നുള്ള ഒരു തിരിച്ചറിവ്. സമ്പാദിക്കേണ്ടത് ഞാൻ എന്തായിരുന്നു എന്നുള്ള വിചക്ഷണ മനുഷ്യന് വന്നിട്ടില്ല മാഷെ. പ്രകൃതി നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഈ ആയുധങ്ങൾ എന്തുകൊണ്ടാണ് യുദ്ധം നിർത്തപ്പെടാത്തത്? അത് ഈ ആയുധങ്ങളൊക്കെ ഉപയോഗിക്കണം. എന്താ വെച്ചാൽ ന്യൂ എനർജിയിലേക്ക് ഈ അണുവായുധങ്ങളോ ഇതൊന്നും പ്രവേശിക്കരുത്. അതെല്ലാം തീർക്കണം. ഇവരുടെ അത്യാശയ്ക്ക് ഇതിലൂടെ ഒരുപാട് പേര് ചിന്തിക്കണം. ഭാരതത്തിൽ നമ്മൾ പിറന്നിട്ടുണ്ടെങ്കിൽ ആ മണ്ണിനോട് കുറച്ച് ബാധ്യതകളുണ്ട് നമുക്ക്. ഭാരതത്തിൽ നിന്നാൽ ജീവിക്കാൻ പറ്റില്ല. ജീവിക്കണമെങ്കിൽ നമുക്ക് ജീവിക്കാൻ, ഒരു മനുഷ്യന് സുഖമായിട്ട് ജീവിക്കാൻ ആ മനുഷ്യൻ ജനിച്ച മണ്ണ് മതി. ആ സുഖം പോരാതെ അസംതൃപ്തി അത്യാർത്ഥി വന്നതുകൊണ്ടാണ് മനുഷ്യൻ മറ്റുള്ളിടത്തേക്ക് പോകുന്നതും വീണ്ടും വീണ്ടും കൂടുതൽ ഉന്നതിയിലേക്ക്. പക്ഷെ ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ഒരു മനുഷ്യനും തിരിച്ചറിവില്ല. ഈ തിരിച്ചറിവാണ് ഭൂമി എർത്ത് നമ്മളെ ചിന്തിപ്പിക്കുന്നത്. ഇന്ന് ചൂട് കൂടുതലാ മാഷെ. ജ്ഞാനം എന്ന അഗ്നിയിൽ കർമ്മങ്ങളെ ദഗ്ധമാക്കാൻ വയ്യാത്ത മനുഷ്യൻ ഈ ചൂടിനെ എങ്ങനെ നേരിടും എന്നുള്ളത് ഒരുപാട് കാര്യങ്ങൾ, മാറ്റങ്ങൾ വരാൻ പോകുന്നു. ഒന്നുകൊണ്ടും ഇത്രയും സമ്പാദിച്ചു അല്ലെങ്കിൽ എന്തൊക്കെയോ നമ്മൾ നേടി എത്രയോ വലിയ പദവിയിലായിരിക്കുക. പക്ഷെ നമുക്ക് ഈ ഭൂമിയിൽ വരുന്ന എനർജി ഷിഫ്റ്റിങ്ങിനെ നേരിടാനുള്ള ശക്തി സാധിക്കണം. അതിന് കംപ്ലീറ്റ് ആയിട്ട് നോൺ വെജിറ്റേറിയൻ ഫുഡ് സ്റ്റോപ്പ് ചെയ്യുക. പെട്ടെന്ന് നമ്മൾ മാറാൻ പറ്റുമെന്ന് വെച്ചാൽ നമ്മളുടെ പ്രാണശക്തി കൂടുതൽ സേവ് ചെയ്യണം. അപ്പോൾ മൗനം പാലിക്കുക, വിശക്കുമ്പോൾ മാത്രം ഭക്ഷണം കഴിക്കുക. നോൺ വെജിറ്റേറിയൻ ഫുഡിന്റെ ഒരു കഷ്ണം ഡൈജസ്റ്റ് ചെയ്യാൻ തന്നെ 36 മണിക്കൂർ വേണം. ഇത് ഫുൾ ടൈം അത് തിന്നുന്നവരുടെ അവസ്ഥ എന്താ?
വിശ്വശക്തി എവിടെ അവർക്ക് തികയുന്നേ? നാഡീമണ്ഡല ശുദ്ധി ചെയ്യാൻ അവർക്ക് എവിടെയാ സമയം? അവർക്ക് ശക്തിയില്ല. ബുദ്ധി ശുദ്ധീകരിക്കാൻ, തിരിച്ചറിവിലൂടെ ചിന്തിക്കാൻ ഒന്നും ശക്തിയില്ല. എല്ലാത്തിനും ശക്തി വേണം മാഷെ. ഈ ഭൂമിയില് ബുദ്ധിശക്തി ഒരു സൂപ്പർ മാർക്കറ്റിൽ ലുലു മാളിൽ വാങ്ങിക്കാൻ കിട്ടില്ല. ബുദ്ധിശക്തി കണ്ടോ? ബുദ്ധിശക്തി, ഓർമ്മശക്തി, സഹനശക്തി, ധൈര്യശക്തി, അംഗീകാര ശക്തി, ക്ഷമിക്കാനുള്ള ശക്തി, അതേപോലെ നന്ദി, എല്ലാം ശക്തിയാ. ശക്തിയുള്ളവർക്ക് ഈ ശക്തി ഇതൊന്നും വാങ്ങിക്കാൻ കിട്ടില്ല. കോടിക്കണക്കിന് രൂപ മാഷെടുത്തുണ്ടെങ്കിലും ഇത് എവിടെന്നെങ്കിലും വാങ്ങിക്കാൻ കിട്ടുമോ? ഇല്ല. സഹനം വാങ്ങിക്കാൻ കിട്ടുമോ? ധൈര്യം വാങ്ങിക്കാൻ കിട്ടുമോ? എല്ലാം ശക്തിയാ മാഷെ. ഇതെല്ലാം നമ്മുടെ ഉള്ളിലുണ്ട്. ഇതിന് നമ്മൾ മൈൻഡിനെ പരിപൂർണമായിട്ട് വിശ്രമം കൊടുത്ത് ശക്തി ആർജിച്ചുകൊണ്ട് ബുദ്ധി വികാസം എന്നുള്ളത് വരണം. തിരിച്ചറിവ്, പേടിയെ ധൈര്യമാക്കാനും എല്ലാത്തിനും ഉൾക്കൊള്ളാനും അംഗീകരിക്കാനും സഹിക്കാനും ഒക്കെ ശക്തി നമ്മളിൽ നിന്നും വികസിപ്പിച്ചു കൊണ്ടുവരണം. നമ്മളൊരു മഹാശക്തി ചൈതന്യ ക്ഷേത്രമാ. പക്ഷെ നമ്മൾ നമ്മുടെ ശക്തിയെ വിശ്വസിക്കുകയില്ല, നമ്മൾ മറ്റുള്ളവരെ വിശ്വസിക്കും. ഇപ്പൊ ആത്മസ്ഥിതിയെ കുറിച്ചിട്ട് പറഞ്ഞ മാഷേ, ഇപ്പൊ ഈ മൂലാധാര ചക്രസ്ഥിതിയിലുള്ളവർക്ക് നീ എവിടുന്ന് കണ്ടു ഇതിന്റെ ആധാരം എന്താന്ന് ചോദിക്കും. ആധാരം ചോദിക്കും. ഞാൻ അതിനെപ്പറ്റിയായിരുന്നു എന്റെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അതായിരുന്നു, അതായത് ഹ്യൂമൻ എവല്യൂഷൻ. ഇപ്പൊ അത് ചോദിക്കാൻ എനിക്കൊരു കാരണമുണ്ട് സീമാജി. കാരണം എനിക്കൊരു ഒരു ഇതുണ്ട്, എൻ്റെ ഒരു ബൈ ഡിഫോൾട്ട് ആയിട്ടുള്ള ഒരു സ്വഭാവം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ ഒത്തിരി നാള് മുതലേ ഞാൻ ഇങ്ങനെയുള്ള ആത്മീയ കാര്യങ്ങളൊക്കെ ആൾക്കാർക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കാറുണ്ട്, പല എനിക്കറിയാവുന്ന കാര്യങ്ങൾ. പിന്നെ ചില ആൾക്കാർ എൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ സംസാരിക്കുമ്പോൾ അവർക്ക് എന്തോ ഒരു റിലീഫ് കിട്ടുന്നതായിട്ടൊക്കെ ഇങ്ങനെ പറഞ്ഞു കിട്ടും. അപ്പോൾ ഇങ്ങനെ ഓൺ എ ഡെയിലി ബേസിസ്, ഇപ്പോൾ വീഡിയോ ചെയ്ത് തുടങ്ങിയതിന് ശേഷം ഓൺ എ ഡെയിലി ബേസിസ് പല ആൾക്കാരും ഇങ്ങനെ പിങ് ചെയ്ത്, അപ്പോൾ ചില ആൾക്കാർക്കൊക്കെ ഇങ്ങനെ വന്ന് എൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ ചിലപ്പോൾ 1 hour സംസാരിച്ച് കഴിഞ്ഞിട്ട് അവർക്ക് എന്തോ റിലീഫ് കിട്ടിയെന്നൊക്കെ പറഞ്ഞ് അവർ പോകും. അപ്പോൾ നമ്മൾ കുറച്ച് ഡ്രെയിൻ ആവുന്നതായിട്ട് ഫീൽ ചെയ്യും. പക്ഷെ അത് നമ്മളുടെ മെഡിറ്റേഷനിലൂടെ ഒക്കെ നമുക്ക് മേക്കപ്പ് ചെയ്യും. അപ്പൊ എന്നോട് ഈ അടുത്തൊരു ഗുരു പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഓവർ എൻഗേജ് ആവരുത്. ഒത്തിരി കാര്യങ്ങൾ ആവശ്യമുള്ളത് മാത്രം പറഞ്ഞാൽ മതി, കൂടുതലൊന്നും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. കാരണം അവർ പല സ്റ്റേജിലാണ്, അവർക്ക് മനസ്സിലാവത്തില്ല എന്ന്. അത് ഒരു പരിധി വരെ ഞാൻ നോക്കിയിട്ട് ശരിയാണ്. കാരണം ഞാനിങ്ങനെ പല ആൾക്കാരുടെ അടുത്തും പല കാര്യങ്ങളും പറഞ്ഞു കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഇതിനു മുമ്പ്. അപ്പൊ നമ്മളെ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഫ്രീ ആയിട്ട് പറഞ്ഞു കൊടുക്കുവാണെങ്കിൽ നമ്മളെ അത് തെറ്റിദ്ധരിക്കും. ഫസ്റ്റ് പോയിന്റ്. സെക്കൻഡ് പോയിന്റ്, നമ്മൾ എന്തും ഫ്രീ ആയിട്ട് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുവാണെങ്കിൽ നമുക്കൊരു വാല്യൂ ഇല്ലാത്ത പോലെ. ചില ആൾക്കാരൊക്കെ എൻ്റെ കയ്യിൽ നിന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കൊടുത്ത കാര്യങ്ങളൊക്കെ അവർ ഗ്രഹിച്ച് ഇതൊക്കെ പോയിട്ടുണ്ട്. പിന്നെ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല. അങ്ങനെയൊക്കെയുണ്ട്. അപ്പൊ ഇതിനെയൊക്കെ എല്ലാം ബേസ് ചെയ്തിട്ടായിരിക്കും ഈ ഗുരു എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞത്. അവർ പല ലെവലിലുള്ള ആൾക്കാരാണ്. സോ അവർക്ക് എന്ത് വേണം അത് മാത്രമേ കൊടുക്കാവുള്ളൂ. അതൊന്ന് എലാബറേറ്റ് ചെയ്തൊന്ന് പറയൂ. പക്ഷെ പരമഗുരു പത്രിജിയിലൂടെ ഞാൻ അറിഞ്ഞത് എന്താന്ന് വെച്ചാൽ, ഇനി സമയമില്ല ജനങ്ങൾക്ക്. അപ്പോൾ ചിലപ്പോൾ അതിൽ ആരൊക്കെ, ഇപ്പോൾ ഒരു 10 ആൾക്കാരോട് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ നമ്മൾ പരമാവധി അവർക്ക് ഉൾക്കൊള്ളാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണം. അതിൽ സ്വീകരിക്കുന്നവർ സ്വീകരിക്കും. പക്ഷെ ഒരു വ്യക്തി ആണ് നമ്മളോട് സംസാരിക്കുന്നത്. സാറ് പറഞ്ഞ അതാണ്, ചില വ്യക്തികളുടെ ആത്മസ്ഥിതി ഒരിക്കലും സത്യങ്ങളെ ഉൾക്കൊള്ളാനുള്ള ശക്തി ഇല്ലാത്തതായിരിക്കും. അവരുടെ ആത്മചൈതന്യ സ്ഥിതി, വികാസം, സത്യങ്ങൾ ഉൾക്കൊള്ളാൻ അവരാ പരിമിത വിശ്വാസത്തിൽ കംഫർട്ടായിട്ട് പോകുന്നവരാവും. അതിനെ ബ്രേക്ക് ചെയ്യാൻ അവർ തയ്യാറേ അല്ല. അങ്ങനെയുള്ള വ്യക്തികളെ നമ്മൾ ഉപേക്ഷ തന്നെ കൊണ്ടുവരണം. നമ്മൾ അവരോട് പറയുമ്പോൾ അവർക്കത് ഉൾക്കൊള്ളാനുള്ള കഴിവില്ല. ആ ഒരു സ്ഥിതിയിലേക്ക് ഇറങ്ങി ചെന്ന് നമ്മൾ അവരെ വിശ്വസിപ്പിക്കാനും അവരെ സംതൃപ്തിപ്പെടുത്താനും ശ്രമിക്കുമ്പോൾ നമ്മളുടെ എക്സ്ട്രാ എനർജി വേസ്റ്റ് ആവുന്നുണ്ട്. എന്നിട്ട് അവർക്ക് ആ സമയത്ത് ഹാപ്പി ആയിട്ട് തോന്നും. പക്ഷെ അത് സദ്വിനിയോഗം ചെയ്യില്ല. അവരതിനെ ആചരിക്കുകയോ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പ്രയത്നം ചെയ്യുകയോ പോലും ഇല്ല. പക്ഷെ അങ്ങനെയുള്ള വ്യക്തികളെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. ചില സമയത്ത് അവർ വന്നു പോയതിനു ശേഷം, അല്ലെങ്കിൽ അവരുടെ അടുത്ത് ചെന്നതിന് ശേഷമൊക്കെ നമുക്ക് മനസ്സിലാവുക. അതുകൊണ്ടാണ് കൂടുതലായിട്ട് കഴിഞ്ഞ കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞത് തന്നെ പറയുക. അവനവന്റെ കഷ്ടങ്ങളെ കുറിച്ച്, അല്ലെങ്കിൽ ഭർത്താവിന്റെ കുറ്റം, ഭാര്യയുടെ കുറ്റം, അല്ലെങ്കിൽ മക്കളുടെ കുറ്റം, അല്ലെങ്കിൽ മരുമക്കളുടെ, അങ്ങനെ ആ കഴിഞ്ഞുപോയ നഷ്ടങ്ങളെ കുറിച്ച്, വേദനകളെ കുറിച്ച്, സംഭവിച്ച ദുഃഖ ദുരിതങ്ങളെ കുറിച്ച് മാത്രം നമ്മളൊരു ഭാഗത്ത് ഇങ്ങനെ പറയുന്നുണ്ടാവും. പക്ഷെ അവരെവിടെയായിരിക്കും നിൽക്കുകയെന്ന് അറിയാം മാഷേ? അവരിങ്ങനെ കേട്ട പോലെ ഉണ്ടാവും. വീണ്ടും അവിടുന്ന് തുടങ്ങുള്ളൂ. വീണ്ടും അവർ തുടങ്ങുന്നത് അവിടുന്നാ. എനിക്ക് ഇത് ശരിക്കും അനുഭവമുണ്ട് സീമാജി. ഞാന് ശരിക്കും ഇവിടെ US ഫസ്റ്റ് വന്നു. അത് 13 വർഷമായി. 13 വർഷം മുമ്പ്
അപ്പൊ ഇതുപോലെ നമ്മളുടെ അറിയാമല്ലോ, നമ്മൾ IT ഫീൽഡാണ്. അപ്പോൾ IT-യിലുള്ള ആൾക്കാരുമായിട്ടാണ് നമ്മൾ കൂടുതലും ഇന്ററാക്ട് ചെയ്യുന്നത്. അപ്പം ഞാൻ ആദ്യം ഇങ്ങനെ യോഗയുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അവർ തന്നെ ഇങ്ങനെ നമ്മുടെ അടുത്ത് വന്ന് നമ്മളിങ്ങനെ കൂടിയിട്ട് എന്താണ് ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടിയുള്ള ഒരു ത്വര. എന്നിട്ട് ഞാനിങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറയും, അവർ ഗ്രൂപ്പ് ഫോം ചെയ്യും, ഇതൊക്കെ ചെയ്യും. അപ്പം ഇത് ശരിക്കും മലയാളി ക്യാരക്ടറാണോ ഒരു കോമൺ ആണോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ കൂടുതലും മലയാളീസുമായിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇന്ററാക്ട് ചെയ്തത്. അപ്പോൾ അവർ വന്ന് നമ്മുടെ അടുത്ത് കാര്യങ്ങളെല്ലാം പഠിക്കാൻ വേണ്ടിയോ ഇവൻ എന്താണ് ചെയ്യുന്നതെന്നൊക്കെ പഠിക്കാൻ വേണ്ടി, ഇത് ഒത്തിരി വർഷം മുമ്പുള്ള ഇതാണ്. നമ്മൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അവരത് ട്രൈ ചെയ്ത് നോക്കും. ചിലർ ഇപ്പോൾ ഒരു 15 പേരുണ്ടെന്നുണ്ടെങ്കിൽ ഒരാൾക്ക് മാത്രമേ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ. ബാക്കി 14 പേരും ഇവൻ എന്താണെന്നുള്ള ഒരു ഇത് കുറെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അവന് മനസ്സിലാവും ദിസ് ഈസ് നോട്ട് മൈ കപ്പ് ഓഫ് കോഫി എന്ന് മനസ്സിലായി കഴിഞ്ഞിട്ട് അത് വേറൊരു ലെവലിൽ അവൻ തിരിയുകയാണ് ചെയ്യുന്നത്. തിരിഞ്ഞിട്ട് സമൂഹത്തിൽ പോയി പറയോ ഇവനൊരു സ്വാമിയാണ്, ഇവൻ ഇങ്ങനെ പറയുകയാണ്, അവൻ എങ്ങനെ പറയും. ആദ്യം ഇയാള് ട്രൈ ചെയ്ത് നോക്കി, ഇയാൾക്കത് മനസ്സിലാവുന്നില്ല, ഇയാൾക്കത് ഡൈജസ്റ്റ് ചെയ്യാത്തപ്പോൾ സമൂഹത്തിൽ പോയി പറയോ ഇവൻ ഇങ്ങനെ ഇത് നടക്കുകയാണ്, യോഗയും കൊണ്ട് നടക്കുകയാണ്, ഇവൻ സ്വാമിയാണ് എന്നൊക്കെ പറഞ്ഞ് അതിനെ ഒരു നെഗറ്റീവ് ഇതിലേക്ക് സമൂഹത്തിലേക്ക് അവൻ ഒരു ഔട്ട്പുട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പലരും അത് നമ്മളിൽ നിന്ന് നമ്മൾ വിചാരിക്കും അവർ ഉൾക്കൊണ്ടുവന്ന്. അവർ ഉൾക്കൊള്ളുന്നത് എപ്പോഴും സൂക്ഷ്മമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം. പക്ഷേ അവർ ഉൾക്കൊള്ളുന്നത് അവരുടെ പരിമിത ബുദ്ധിയെ വെച്ചിട്ട് അവർ കണക്ട് ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ അവിടെ നിന്ന് പറയുമ്പോൾ അവിടേക്ക് എത്താനുള്ള സ്ഥിതി ആയിട്ടില്ല ഇവർ ഇവിടെ നിന്ന് അതിനെ കണക്ട് ചെയ്ത് ഇങ്ങോട്ട് ആ സത്യത്തിന്റെ ആ ദിവ്യത്വത്തെ ഇവരുടെ പരിമിത ബുദ്ധി കൊണ്ട്, പരിമിതമായിട്ടുള്ള അറിവുകളെ കൊണ്ട്, അല്ലെങ്കിൽ അവരുടെ വിശ്വാസങ്ങളെ കൂട്ടിയിണക്കി പുറത്തേക്ക് ഔട്ട്പുട്ട് അങ്ങനെ കൊടുക്കും. നമ്മൾ പറഞ്ഞത് ഒന്നാണെങ്കിൽ അവർക്ക് മനസ്സിലായത് അതാണ്. അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ, ഒരുപാട് ആയിരക്കണക്കിന് പേര് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നവർ നമ്മുടെ ചുറ്റുമുണ്ട്. എന്താ വെച്ചാൽ ഇപ്പൊ VMC ആണെങ്കിലും ഒരുപാട് പേര് തേനീച്ചക്കൂട്ടം പോലെ വരും. എന്നിട്ട് ഇവിടെ വരുമ്പോഴാണ്, ഇവിടുത്തെ ഓരോ സത്യങ്ങളെ കുറിച്ചിട്ട് അറിയുമ്പോഴാണ്, അരെ ഇത് PG ആണ്, ഇത് PhD ആണ്, അപ്പൊ ഞാൻ LKG സ്റ്റുഡന്റ് ആണ്, അല്ലെങ്കിൽ ഞാൻ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ആണെന്ന് പറഞ്ഞാൽ അവർ സ്വയം അങ്ങനെ അവർ സ്വയം അറിഞ്ഞ് അവർ ആ LKG സ്റ്റുഡന്റിന്റെ അറിവോട് കൂടിയിട്ടാണ് ഇവര് പുറത്തേക്ക് പ്രചരിപ്പിക്കുന്നത്. അല്ലെങ്കിൽ 5ാം ക്ലാസ്സിന്റെ അറിവോട് കൂടിയിട്ടാണ് അവർ സീമാ സുഭാഷിനെ മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ സീമാ സുഭാഷിലൂടെ പറയപ്പെട്ട വിശ്വരഹസ്യങ്ങളെ, ആത്മജ്ഞാനത്തെ വളച്ചൊടിക്കുന്നത്. ഇങ്ങനെയാണ് പ്രൊജക്ട് ആവുന്നത്. മാഷേ, അതിനൊരു പോംവഴി ഞാൻ കണ്ടുപിടിച്ചു സീമാജി. എനിക്ക് മെഡിറ്റേഷൻ എന്നും പറഞ്ഞൊരു പ്രോസസ് ഉണ്ട്. ഇത് പഠിക്കാൻ പല ആൾക്കാരും എൻ്റെ അടുത്ത് വരും. ആദ്യമൊക്കെ ഞാനെല്ലാം ഓപ്പൺ ആയിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുമായിരുന്നു. ഞാൻ എന്തോ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു 6 months ഒരു പ്രിഫേസ് ഇതുപോലെ, അതായത് ഒരു ഗുരുകുല സമ്പ്രദായം പോലെ നമ്മളൊരു ടച്ചിലിരിക്കുക 6 months. ആ 6 months നമ്മൾ ഈ ശരിക്കുള്ള മെഡിറ്റേഷൻ ഇതൊന്നും പഠിപ്പിക്കുന്നില്ല. ബോഡിയെ എങ്ങനെ പ്രിപ്പയർ ചെയ്യുക, മൈൻഡിനെ എങ്ങനെ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത്. അതായത് ആദ്യം നമ്മൾ ഡീടോക്സിൽ തുടങ്ങി, പിന്നെ ഒരു ചെറിയ യോഗാസനത്തിൽ തുടങ്ങി, എക്സസൈസിൽ തുടങ്ങി, പിന്നെ പ്രാണായാമത്തിൽ തുടങ്ങി. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ലാസ്റ്റിൽ ശരിക്കുള്ള ക്രിയ കൊടുക്കുക എന്നുള്ളത്. അങ്ങനെ വരുമ്പോൾ അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്താണ്, ഈ 80% ആൾക്കാരും അവിടെ അങ്ങ് വിട്ടുപോകും. അവർക്ക് എന്താണ് വേണ്ടത്? ഒരു പൊറോട്ട ഇറച്ചി, റെഡിമെയ്ഡ് പൊറോട്ട ഇറച്ചിയില്ലേ, പ്ലേറ്റിൽ ഇങ്ങനെ ഫ്രണ്ടിൽ കൊണ്ടുവെക്കണം, അതാണ് അവർക്ക് വേണ്ടത്. അത് കിട്ടുന്നില്ല എന്ന് കാണുമ്പോൾ അവരവിടെ സ്കൂട്ടായി പോവുകയാണ്. പിന്നെ ഉള്ളത് ജെന്യൂനായിട്ടുള്ള 1% ആൾക്കാരെ അവർ സ്റ്റിക്ക് ഓൺ ചെയ്യും. അപ്പൊ അങ്ങനെയുള്ളവരെ നമ്മൾ ഫിൽട്ടർ ചെയ്തിട്ടാണ് കൊണ്ടുപോകുന്നത്. ഇപ്പൊ അങ്ങനെ ഇതില് എല്ലാ മേഖലകളിലും ഈ ആത്മസ്ഥിതികളുണ്ട്. ഇപ്പൊ പൂജ ചെയ്യുന്ന വ്യക്തികളാണെന്ന് വിചാരിക്കാം മാഷേ, പൂജ ചെയ്യുന്ന വ്യക്തികളാണ്, അതായത് വിഗ്രഹത്തോട് ഭയങ്കര ആരാധനയായിരിക്കും. അവർ ആ രൂപമാണ്. രൂപം എന്ന് പറഞ്ഞാല് നമുക്ക് അതിന്റെ ഒരു ആത്മജ്ഞാനി, അതായത് ഇപ്പോ ശ്രീകൃഷ്ണ പരമാത്മാവാണ്. ശ്രീകൃഷ്ണ ഭഗവാൻ എന്ന് പറയുന്നത് പരമാത്മ ചൈതന്യമാണ്. ഭഗവാൻ ആ ഒരു ജന്മത്തിൽ ധരിച്ച ദേഹധാരിയാണ്. ഭഗവാൻ പറഞ്ഞിട്ടുള്ള എല്ലാത്തിലും ഞാനാണുള്ളതെന്ന്. പക്ഷെ ഭഗവാന്റെ രൂപമല്ല അവിടെ ഉള്ളത്. അതായത് അഹം ബ്രഹ്മാസ്മി, ആ ബ്രഹ്മമാണ്. അതായത് നിന്റെ ഉള്ളിലുള്ള ആത്മാവ് ആവുന്ന ആ ബ്രഹ്മം, അത് ഞാനാണ്. അതേപോലെ തന്നെ ഈ ബ്രഹ്മാണ്ടം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ബ്രഹ്മപദാർത്ഥവും ഞാനാണ്, ബ്രഹ്മാണ്ടം. അതേപോലെ തന്നെ മമാത്മാ സർവഭൂതാത്മ, സകല ജീവരാശികളിലും നിറഞ്ഞു നിൽക്കുന്നതും ഞാൻ തന്നെയാണ്. രൂപരഹിത നാമരഹിത ചൈതന്യം, അതാണ്.
അതായത് ആകാരം മാത്രം പറഞ്ഞാല് ഇപ്പൊ ഒരു ആപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആപ്പിൾ എന്നുള്ളത് കണ്ടു കഴിഞ്ഞാൽ വിശ്വസിക്കുന്നത്, കണ്ടു കഴിഞ്ഞാൽ ആപ്പിൾ എന്ന് പറയാൻ ഇഷ്ടമാണ്. അല്ലാതെ എല്ലാത്തിലും ഈ ആപ്പിളിൽ മാത്രം ഉണ്ട് എന്ന് പറയുമ്പോൾ അതൊരു പ്രത്യേക മമകാരം, രൂപത്തോടുള്ള മമകാരം, ഭക്തിയുടെ പാരമ്യതയല്ല അത്. അത് ആധ്യാത്മികതയിലെ ശൈശവസ്ഥിതിയാണെന്ന് പറഞ്ഞാൽ ഒരുപാട് പേർക്ക് ദേഷ്യം വരും. എന്താണെന്നറിയോ? സമ്പൂർണമായിട്ട് സർവം കൽവിതം ബ്രഹ്മ മമാത്മാ സർവഭൂതാത്മാ. അതേപോലെ തന്നെ തത്വമസി ശ്വേതഗതു എന്ന് പറയുമ്പോൾ തത്വമസി. നമ്മൾ ഈ അയ്യപ്പ സ്വാമിയെ കാണാൻ പോകുമ്പോൾ അവിടെ എഴുതി വെച്ചാൽ തത്വമസിയാ. നീ എന്തിനെയാണോ അറിയാനായി, നീ എന്തിനനുഭവിക്കാനാണ്, എന്തിനറിയാനാണോ വന്നത്, അതു നീയാകുന്നു എന്നാണ്. അത് ഞാനല്ല എന്ന് പറയണ്ട, അത് ഞാനും നീ ഒന്നാകുന്നു. ഞാൻ ആരെയാണോ പൂജ ചെയ്യുന്നത് ആ ശക്തിയും ഞാനും ഒന്നാകുന്നു എന്ന് വിശേഷാൽ ഗ്രഹിക്കുന്ന സ്ഥിതി പൂജ. വിശേഷാൽ ഗ്രഹിക്കുകയാണ്. അപ്പൊ നമ്മൾക്ക് എല്ലാത്തിലും ദൈവത്തെയാണ് കാണുന്നത്. ഏതൊരു കാര്യം ചെയ്യുമ്പോഴും ഇത് ദൈവകാര്യമാണ്. എല്ലാത്തിലും നിറഞ്ഞു നിൽക്കുന്ന ആത്മചൈതന്യത്തെ ദർശിക്കാനാ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ അവിടെ രൂപം കൊണ്ടുവന്നത് ആരാ മാഷേ? രൂപം വേണം. രൂപം അതായത് മൂർത്തി എന്നുള്ളത് സ്ഫൂർത്തിക്ക് വേണ്ടി. അതേപോലെ തന്നെ ആകാരം നിരാകാരത്തിലേക്കുള്ള യാത്രയുടെ ആദ്യത്തെ സ്റ്റെപ്പാ. പക്ഷെ ഈ ആകാരസ്ഥിതിയില് ആ ദേഹം, ആ ഒരു ജന്മത്തിൽ ദേഹം ധരിച്ച ആ രൂപത്തിൽ നമ്മളുടെ വിശ്വാസ വ്യവസ്ഥയെ ഒതുക്കി നിൽക്കുമ്പോൾ അത് അൾട്ടിമേറ്റ് അല്ല. എന്നാൽ അത് കറക്റ്റ് ആണോ അല്ലയോ എന്ന് വെച്ചാൽ കറക്റ്റാണ്. ആ സ്ഥിതിക്ക് കറക്റ്റാ മാഷെ. അവർക്ക് ധ്യാനം ചെയ്യാൻ പറഞ്ഞാൽ മനസ്സിലാവോ? മെഡിറ്റേഷൻ ചെയ്യേ. കോടി പൂജാ സമം സ്തോത്രം, സ്തോത്ര കോടി സമോ ജപഃ, ജപ കോടി സമം ധ്യാനം, ധ്യാന കോടി സമലയ എന്ന് പറഞ്ഞാൽ മനസ്സിലാവും. ഉത്തരഗീതയിൽ ഭഗവാൻ പറഞ്ഞിട്ടുള്ളതാ. രൂപരാഹിത്യം ഉണ്ട് അവിടെ. രൂപരഹിത, നാമരഹിത, ഗുണരഹിത, ശ്വാസസഹിതയുണ്ട്. സർവരിലുമുള്ള പ്രാണൻ, സകലത്തിലും നിറഞ്ഞു നിൽക്കുന്ന ജീവൻ, അത് ഞാനാകുന്നു. അപ്പൊ സകലത്തിലും നിറഞ്ഞു നിൽക്കുന്ന നിരാമായനെ,